കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നു വരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. Hallelujah, അവൻ സാധ്യമാകൻ. Hallelujah, അവൻ സൗഖ്യദായകൻ. Hallelujah, അവൻ ആത്മരക്ഷകൻ. Hallelujah, അവൻ സൗഖ്യദായകൻ. Hallelujah, ശുദ്ധാത്മദായകൻ. നമ്മെ ദേശക്കായി ഒരു കേടുമേ. Hallelujah, ശുദ്ധാത്മദായകൻ. നമ്മെ ദേശക്കായി ഒരു കേടുമേ. രോഗങ്ങളവൻ വഹിച്ചതിനാ എല്ലാ വേദനയും അവൻ ചുമന്നതിനാ. ദൈവത്തിന്റെ പുണ്യനാമത്തിന് നന്ദിയോടുകൂടിയ സ്തോത്രം. എന്നാൽ ഈ വിശുദ്ധ ദിവസത്തിന്റെ സായാഹ്ന സമയം ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും, ഇവിടെവിടങ്ങളായി ദൈവത്തിന്റെ വചനം കേൾക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ദൈവം നമ്മളെ അത്ഭുതകരമായിട്ടും ക്ഷമമായിട്ടൊക്കെയും നടത്തുന്നു. അവന്റെ വഴികളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടെ, നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ അടുത്തു വന്ന് അവന്റെ വചനം അതെ നമ്മൾ ശ്രവിച്ച് അവന്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്ന അനുഭവത്തിലേക്ക് ഇന്ന് പകൽക്കാലം അതെ നമുക്ക് ഒന്നിച്ച് അടുത്തു വരാം. ഒന്നിച്ച് ഇന്ന് അല്പസമയം ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാനായി 121 സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് അതെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് ആണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ചേർന്ന് ഇങ്ങനെ ഉരുവിടാം. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എന്റെ പരിപാലകൻ, യഹോവ എന്റെ പരിപാലകൻ, യഹോവ എന്റെ പരിപാലകൻ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ ആത്മാവിൽ എഴുതപ്പെട്ടതായുള്ള വചനം ശ്രമിക്കുവാനായി നിന്റെ മക്കളാകുന്ന ഞങ്ങൾ അതേ നിന്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്നു. എഴുതിയിരിക്കുന്ന ആത്മാവിന്റെ അതേ അർത്ഥത്തിൽ
നിന്റെ വചനം ഗ്രഹിപ്പാൻ കർത്താവെ ഇന്ന് ഈ സായാഹ്ന സമയം ഞങ്ങൾക്ക് നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നതായുള്ള എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പരിവർത്തനം ചെയ്യുവാൻ ഹല്ലേലൂയ അവിടുത്തെ ആത്മാവിന്റെ പ്രേരണ അവരുടെ ഉള്ളിലുണ്ടായി നിന്റെ ഭാഗത്തേക്ക് അവർ ആകർഷിക്കപ്പെടുവാൻ, വചനത്താൽ അവർ ആകർഷിക്കപ്പെടുവാൻ, അവരുടെ ജീവിതത്തിൽ വിടുതൽ കണ്ടെത്തുവാൻ ഹല്ലേലൂയ അതിനെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും നിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തെ അറിയുന്നത് മനുഷ്യൻ ഇന്ന് രണ്ട് തരത്തിലാണ്. ഒന്ന്, ബുദ്ധിപരമായിട്ടുള്ള വിധത്തിൽ ദൈവത്തെ മനസ്സിലാക്കുന്നവരുണ്ട്. ദൈവം സകലത്തെയും സൃഷ്ടിച്ചവനാണ്. അഖിലാണ്ടത്തെയൊക്കെയും അവന്റെ കൈവേലയായി അവൻ സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നു. സയന്റിസ്റ്റ് ഒക്കെയും അങ്ങനെയുള്ള ദൈവത്തിന്റെ ഈ സൃഷ്ടിയും അവന്റെ കൈവേലയും അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ അതേ ക്രമീകരണങ്ങളും ഒക്കെയും കണ്ടിട്ട് അവർ പറയുന്നു ഇങ്ങനെയുള്ള ഒരു ദൈവം ഉണ്ട് എന്ന് അതെ അവർ സമ്മതിക്കുന്നു. അതേപോലെ തന്നെ ചിലരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായിട്ടാണ് ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അവരുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്നവനായിട്ടുള്ള ഒരു ദൈവം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അനേക അത്ഭുതങ്ങളൊക്കെയും ചെയ്തു. അവൻ ചെയ്തതായിട്ടുള്ള ഒരു വലിയ ഒരു അത്ഭുതമാണ് 5 അപ്പം കൊണ്ടും അത് 2 മീനും കൊണ്ടും 5000 പേരെ പോഷിപ്പിച്ചത്. ആ അത്ഭുതത്തിന് ശേഷം വീണ്ടും അനേക പുരുഷാർ യേശുവിനെ അനുഗമിക്കുമ്പോൾ യേശു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അനുഗമിക്കുന്നു? അപ്പം തിന്നതുകൊണ്ടോ? പലരുടെയും അതേ ദൈവത്തെക്കുറിച്ചുള്ള ബോധം, ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതേ അത്ഭുതത്തിൽ കൂടെയാണ്, അടയാളങ്ങളിൽ കൂടെയൊക്കെയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അതേ സായാഹ്ന സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ദൈവത്തിന്റെ പൈതൽ ദൈവത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പ്രൈസ് ദി ലോർഡ്, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതായിട്ടുള്ള അനുനിമിഷം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ടുള്ള നന്മകളെ കണ്ടുകൊണ്ടാണ്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതായിട്ടുള്ള ദൈവത്തിന്റെ കരുതലുകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവര് ദൈവത്തെ അതെ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 121 സങ്കീർത്തനം നമ്മൾ വായിച്ചതായിട്ടുള്ള അതേ വാക്യത്തില് അതേ സങ്കീർത്തനകർത്താവ് പറയുകയാണ്, യഹോവ എന്റെ പരിപാലകനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ എന്റെ പരിപാലകനാകുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള അതേ പ്രത്യേകമായിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഡിവൈൻ കെയർ, അതെ ദൈവത്തിന്റെ അതേ പരിപാലനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിപാലനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ, വചനം കേൾക്കുന്നതായിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറയുവാനായിട്ട് സാധിക്കും, ദൈവം എന്നെ ഓരോ വിധത്തിൽ പരിപാലിക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് അതെ പരിപാലിക്കുന്നവനായിട്ടുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പരിപാലിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിപാലനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിപാലനത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ദൈവം നമ്മളെ അതേ പോറ്റി പുലർത്തുന്നവനായിട്ടുള്ള ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൊവൈഡിങ് കെയർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതിക്കൊണ്ട് ഹല്ലേലൂയ നമ്മളെ പരിപാലിക്കുന്നവനായിട്ടുള്ള ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വചനം കേൾക്കുന്നതായുള്ള പ്രിയപ്പെട്ടവരെ, അതെ നിങ്ങളോട് ചോദിക്കൂ, അതെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുവാൻ തക്കവണ്ണം കാരണമായിരിക്കുന്നത് എന്താണ്? ദൈവം നിനക്ക് അത് കരുതിയിരിക്കുന്ന ഒരു കരുതലിന്റെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ജീവിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ അഖിലാണ്ടത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ജീവശ്വാസത്താൽ അല്ലെങ്കിൽ നിനക്ക് ശ്വസിക്കുവാൻ തന്നിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ അതേ ആ വായു കൊണ്ടാണ്. ഹല്ലേലൂയ. ആ വായു നീ ശ്വസിക്കുന്നതിനാൽ അതെ നീ ഇന്ന് ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി അതേ കരുതിയിരിക്കുന്നവനായിട്ടുള്ള ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. അതേ പ്രൊവൈഡിങ് കെയർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതേ
കരുതുന്നതായുള്ള പരിപാലനം. ദൈവവചനം നമ്മളെ പഠിക്കുന്നതായുള്ള അവസരത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ജനത്തെ ദൈവം പല വിധത്തിൽ കരുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവരുടെ കഷ്ടത കണ്ടുകൊണ്ട്, അവരുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് അവരെ അതിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവം ഒരുങ്ങി. മോശയെ അതിനായിട്ട് ഒരുക്കി. മോശയിൽ കൂടി അവരെ ദൈവം വിടുവിക്കുകയും അവർ ചെങ്കടലിലും അതുപോലെ തന്നെ മരുഭൂമിയുടെ അനുഭവത്തിലും ഒക്കെ ഇവിടെ കടന്നു പോകുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി പല കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കരുതി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജനത്തിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം അവരുടെ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ അവർക്ക് വേണ്ടി കരുതുന്നവനായിട്ടുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. He will care you for in your wilderness. Hallelujah. നിന്റെ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ നിനക്ക് വേണ്ടി കരുതുന്നവനായിട്ടുള്ള ഒരു ദൈവമാണ് അവൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ ഭക്ഷിക്കുവാനായിട്ട് മന്നായും അവർക്ക് ദാഹിച്ചപ്പോൾ ദാഹം തീർക്കുവാനായിട്ട് പാറയെ പിളർന്ന് വെള്ളവും നൽകിയവനായിട്ടുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് മരുഭൂമിയിൽ നിനക്ക് വേണ്ടി കരുതൽ ഒരുക്കുന്നവനായിട്ടുള്ള ദൈവം. ഹല്ലേലൂയ. അബ്രഹാം തന്റെ ദാസിയായിട്ടുള്ള ഹാഗാറിനെ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കടത്തിവിട്ടപ്പോൾ ഹല്ലേലൂയ അവളുടെ കണ്ണുനീരും അവളുടെ പൈതലിന്റെ കണ്ണുനീരും കണ്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവം അവൾക്ക് വേണ്ടി ഒരു നീരുറവയെ കരുതിയതായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി കരുതുന്നവനായിട്ടുള്ള മരുഭൂമിയുടെ അനുഭവങ്ങളിൽ കരുതുന്നവനായിട്ടുള്ള ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഏലിയ പ്രവാചകന്റെ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17 19 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന അവസരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ വലിയൊരു ക്ഷാമവും അതുപോലെ തന്നെ ഒരു വലിയ വരൾച്ചയുടെ അനുഭവവും ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ വരൾച്ചയുടെയും ക്ഷാമത്തിന്റെയും മധ്യത്തിൽ ദൈവത്തിന്റെ ദാസനായിട്ടുള്ള ഏലിയാവിനെ ഹല്ലേലൂയ ദൈവം പോറ്റി പുലർത്തിയതായിട്ട് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ വരുന്നതായിട്ടുള്ള വരൾച്ചയുടെയും നിന്റെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള ക്ഷാമത്തിന്റെയും അനുഭവങ്ങളിൽ നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവം എന്റെ പരിപാലകൻ. അവൻ എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള പരിപാലകനാണ്. എനിക്ക് വേണ്ടി കരുതുന്നവനായിട്ടുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ. 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 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തന്നെ ഹല്ലേലൂയ എലീശ പ്രവാചകന്റെ കാലത്ത് ഒരു വിധവയായ പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഹല്ലേലൂയ അവൾ കടഭാരം കടന്നു വന്നിട്ട് കടക്കാർ വന്ന് അവളെ ഞെരുക്കുന്നതായ അവസരത്തിൽ അത് കൊടുത്തു വിട്ടുവാൻ കഴിവില്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ അവളുടെ വലിയ ഭാരത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ അവിടെ സംഭവിച്ചിരിക്കുന്ന സംഭവം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. അവളുടെ കടഭാരങ്ങളൊക്കെ നീങ്ങിയിട്ട് ഹല്ലേലൂയ അവൾക്ക് സന്തതിക്കും ഹല്ലേലൂയ സൗഭാഗ്യത്തോടുകൂടി വളരെ സമ്പന്നമായിട്ടുള്ള ജീവിതത്തിൽ ഹല്ലേലൂയ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം അവൾക്ക് വേണ്ടി കരുതി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കരുതുന്നവനായിട്ടുള്ള ദൈവമാണ്. ദൈവത്തിന്റെ സംരക്ഷണം എന്താന്ന് ചോദിച്ചാൽ, അവന്റെ പരിപാലനം എന്താന്ന് ചോദിച്ചാൽ, ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ സകലതും നിനക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടുള്ള കരുതലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എ പ്രൊവൈഡിങ് കെയർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അങ്ങനെയുള്ള പ്രൊവൈഡിങ് കെയറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം മുന്നമേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സകലം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ്. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താന്ന് ചോദിച്ചാൽ ശത്രു പറയുകയാണ് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ നിന്നെ തീറ്റുകയില്ല, നിന്റെ അനുഗ്രഹത്തെ ഞാൻ തകർത്ത് കളയുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു ശത്രുവിന്റെ മുൻപിൽ നിനക്ക് വേണ്ടി വൻപിച്ചൊരു മേശ ഹല്ലേലൂയ ദൈവം ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. He prepared a table for you. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരു മേശയെ ഒരുക്കിയിരിക്കുന്നവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 31-ാം സങ്കീർത്തനം അവിടെ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന അവസരത്തിൽ നമുക്ക് വേണ്ടി വലിയൊരു സമ്പന്നതയെ ഒരുക്കിയിരിക്കുന്നതായുള്ളൊരു ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ നിക്ഷേപങ്ങളെ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നവനായിട്ടുള്ളൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
സ്വർഗത്തിന്റെ നിക്ഷേപം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ഈ ലോകത്തിലെ നശിച്ചു പോകുന്നതായിട്ടുള്ള പണമൊന്നുമല്ല. ഹല്ലേലൂയ. അതേ വലിയൊരു നിക്ഷേപമാണ് സ്വർഗത്തിൽ നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത്. നിത്യജീവന്റെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നിത്യജീവനെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മാർക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ അതേ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ രാജകീയ സദ്യയെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആ രാജകീയ അതേ സദ്യയിൽ ഹല്ലേലൂയ അതേ രാജാവ് സകലതും ഒരുക്കിയിട്ട് പറയുകയാണ്, സകലതും ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ. ഹല്ലേലൂയ. സകലതും ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സകലതും ഒരുക്കിയിട്ട് നമ്മളെ വിളിക്കുന്നവനായ ദൈവമാ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിബരിയോസ് കടൽക്കരയിൽ ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാര് അധ്വാനിച്ച് രാവുമെങ്കിലും അതേ അധ്വാനിച്ച് ഭാരപ്പെട്ട് ഒന്നും കിട്ടാത്തവരായി നിരാശയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവരുടെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി അതേ തീക്കനലിൽ ചുട്ടതായിട്ടുള്ള അടയും അതേ മീനിനെയും ഒരുക്കിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ പ്രൈസ് ദി ലോർഡ്. അതേ ശിഷ്യന്മാര് പത്രോസേ നിനക്ക് ഒന്നും കിട്ടാതിരിക്കുന്ന അവസരത്തിൽ, നീ നിരാശനായിരിക്കുന്ന അവസരത്തിൽ നിനക്ക് വേണ്ടി വന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളുക, നീ പ്രാതൽ കഴിച്ചുകൊള്ളുക, നിങ്ങൾ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ദൈവമക്കളെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള വലിയൊരു ഒരുക്കം തരുന്നവനായിട്ടുള്ളൊരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു അതേ താൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തന്റെ ശുശ്രൂഷ അവസാന കാലത്ത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിന്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഞാൻ നിങ്ങളെ വിട്ടുപോകുകയാണ്, ഞാൻ പോകുന്നതിന്റെ ഒരു വലിയ ഉദ്ദേശമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്നവനായിട്ടുള്ള ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സ്വർഗത്തിന്റെ സമ്പന്നത ഒരുക്കുന്നവനായിട്ടുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വലിയ അതേ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള സദ്യ ഒരുക്കുന്നവനായിട്ടുള്ള ദൈവം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സ്വർഗീയമായിട്ടുള്ള ഭവനം ഒരുക്കുന്നവനായിട്ടുള്ള ദൈവം കർത്താവ്. ഹല്ലേലൂയ. അത് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരുതൽ, അതിൽ കൂടെ നമ്മൾ ദൈവത്തിന്റെ പരിപാലനത്തെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൊവൈഡിങ് കെയർ ഓഫ് God. Hallelujah. അതുകൊണ്ട് നമുക്ക് വീണ്ടും പറയാം, ഹല്ലേലൂയ. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എന്റെ പരിപാലകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് മറ്റൊരു ദൈവത്തിന്റെ കരുതലിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയട്ടെ. എന്താണെന്ന് ചോദിച്ചാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് it is an overshadowing care. Hallelujah. Overshadowing care. എന്താണെന്ന് ചോദിച്ചാൽ അതേ നിഴലിടുന്നതായിട്ടുള്ള ദൈവത്തിന്റെ പരിപാലനം. പ്രൈസ് ദി ലോർഡ്. നിഴലിടുന്നതായിട്ടുള്ള ദൈവത്തിന്റെ പരിപാലനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിപാലനം നിഴലിടുന്നതായുള്ള പരിപാലനം. അല്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊട്ടക്ടിങ് കെയർ. ഹല്ലേലൂയ. പ്രൊട്ടക്ടിങ് കെയർ, പ്രൊവൈഡിങ് കെയർ, പ്രൊട്ടക്ടിങ് കെയർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമുക്കൊരു പ്രയാസവും കൂടാതെ ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ നമ്മളെ അവന്റെ ചിറകിന്റെ അടിയിൽ അതേ പരിപാലിക്കുന്നവനാണ്. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ ചേർക്കുന്നത് പോലെ ദൈവത്തിന്റെ മക്കളെ അതേ അവൻ തന്റെ ചിറകിന്മേൽ വഹിക്കുന്നു, ചിറകിന്റെ ഉള്ളിൽ വഹിക്കുന്നു. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്തവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും എന്റെ കോട്ടയും ആശ്രയിക്കുന്നതിന്റെ ദൈവം എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത്യുന്നതന്റെ മറവിലാ ഹല്ലേലൂയ അതെ അവൻ നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതായത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെയും വരുമ്പോൾ നമ്മളെ അതേ പരിപാലിക്കുന്നവനായിട്ടുള്ള, കാത്തു സൂക്ഷിക്കുന്നവനായിട്ടുള്ള ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനം മരുഭൂമിയിൽ കൂടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ അതേ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം നമുക്ക് പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ തേജസ് കടന്നു പോകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യത്തിൽ ദൈവം അവരോട് പറയുകയാണ്, ഞാൻ എന്റെ ജനത്തെ ഒരു പാറയുടെ പിളർപ്പിൽ അവരെ അതേ സംരക്ഷിക്കും. ഹല്ലേലൂയ.
ഒരു പാറയുടെ പിളർപ്പിൽ അവരെ സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതേ പഴയ നിയമകാലത്ത് ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടി നടത്തിയതായിട്ടുള്ള ജലത്തെ ദൈവം ഒരു പാറയുടെ പിളർപ്പിൽ ഒളിപ്പിച്ചുവെങ്കിൽ ഹല്ലേലൂയ അതേ പുതിയ നിയമകാലത്തായിരിക്കുന്നതിലെ നിങ്ങളെയും ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് മുമ്പ് അതേ കാൽവറി ക്രൂസിൽ കൂടെ നമുക്ക് വേണ്ടി പിളർന്നതായിട്ടൊരു പാറയിൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മളെ അവൻ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൽ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, എന്റെ കയ്യിൽ പിതാവ് കരമേൽപ്പിച്ചതിനെ പിടിച്ചു പറിക്കുവാൻ ഹല്ലേലൂയ പിടിച്ചു പറിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അതേ കാത്തു പരിപാലിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നവനായിട്ടുള്ള ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാത്തു സൂക്ഷിക്കുന്നവനായിട്ടുള്ള ദൈവമാ. ഹല്ലേലൂയ. അത് നമ്മുടെ തലയിലെ ഒരു രോമം പോലും നഷ്ടപ്പെടുവാൻ ഹല്ലേലൂയ. അത്രമാത്രം അത്രമാത്രം അവന്റെ ശ്രദ്ധ നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരയ്ക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കും ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. 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 അഗ്നിയിൽ കൂടെ നീ കടക്കേണ്ടി വരും, അതേ വെള്ളത്തിന് കൂടെ നീ കടക്കേണ്ടി വരും. ഹല്ലേലൂയ. എന്നാൽ വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഹല്ലേലൂയ. അതേ ദാനിയേലിന്റെ ജീവിതത്തിലും അതേ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ജീവിതത്തിലുമൊക്കെയും അഗ്നിയുടെയും അതേ തീച്ചൂളയുടെയും ഒക്കെ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അവിടെയൊക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്തതായിട്ടുള്ള ഒരു ദൈവത്തിന്റെ പരിപാലനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ കരുതുക മാത്രമല്ല, അവൻ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനായിട്ട് ദൈവമാണ്. അവൻ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനായിട്ട് ദൈവമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെയും ജീവിതത്തിൽ എത്ര വിധത്തിലുള്ള അതേ ദൈവത്തിന്റെ സംരക്ഷണം നമ്മൾ അനുഭവിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓർത്ത് നോക്കിക്കൊള്ളണം. ഇന്നലെയും അതേ ചില അതേ പ്രദേശങ്ങളിലൊക്കെയും കൊടുങ്കാറ്റും ഹല്ലേലൂയ ഹെയിലുമൊക്കെയും വീണ് ജീവിതങ്ങൾ നഷ്ടപ്പെടുകയും ഭവനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആ കെയർ, ഹല്ലേലൂയ, അവന്റെ സംരക്ഷണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഓർത്ത് നോക്കിക്കൊള്ളണം. അതെ, ഈസ് എ പ്രൊട്ടക്ടിങ് ഗോഡ്. ഹല്ലേലൂയ. പ്രൊട്ടക്ടിങ് കെയർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അവൻ തന്റെ ചിറകിൻ കീഴിൽ നമ്മളെ പരിപാലിക്കും. അവൻ തന്റെ കൈകൾക്കുള്ളിൽ നമ്മളെ അതേ പരിപാലിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, അതേ നിങ്ങളും ഞാനും ഒരുപോലെ ദൈവത്തിന്റെ കരങ്ങളിലാണെങ്കിൽ ആ കരങ്ങളിൽ നിന്ന് ഒരു ദുഷ്ടനും നമ്മളെ പിടിച്ചു പറിക്കുവാനായിട്ട് ഒരു ദുഷ്ടനും അവരെ പിടിച്ചു പറിക്കുവാനായിട്ട് സാധിക്കില്ല. കള്ളന്മാർ കടന്നു വരുന്നത് അതെ മോഷ്ടിക്കുവാനാണ്, അറുപ്പാനാണ്, അതേ സകലതും നശിപ്പിക്കുവാനായിട്ട്. എന്റെ കർത്താവ് വന്നിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുള്ള ജീവൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടുമാണ് അതേ കർത്താവ് വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവിന്റെ കരങ്ങളിൽ ആയിരിക്കുന്നതായിട്ടുള്ള ജീവിതത്തെ ആർക്കും പിടിച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, അതേ നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റിന്റെ അനുഭവങ്ങൾ ഉണ്ടാകും, പലവിധമായുള്ള അതേ ആപത്തുകൾ ഉണ്ടാകും, അനർത്ഥങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ താളടിയായി പോകാതെ വണ്ണം കീഴെ അവന്റെ ശാശ്വതമായുള്ള ഭുജത്താൽ ഹല്ലേലൂയ അതേ നമ്മളെയൊക്കെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ. അടുത്തതായി മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ പരിപാലനത്തിന് വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ സസ്റ്റൈനിങ് കെയർ. ഹല്ലേലൂയ. നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു അതേ പരിപാലനമാണ് ദൈവത്തിന്റെ പരിപാലനം. യഹോവ എന്റെ പരിപാലകൻ, യഹോവ എന്റെ പരിപാലകൻ. നിലനിൽക്കുന്നതായിട്ടുള്ള പരിപാലനത്തെ ഹല്ലേലൂയ ഞാൻ നിങ്ങളും അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള പല പ്രൊട്ടക്ഷൻസും ഹല്ലേലൂയ അതിനെയൊക്കെയും അതേ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തകർത്തുകൊണ്ട് പലർക്കും കടന്നു വരുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഓർത്ത് നോക്കാം, നമ്മുടെ ഭാരതത്തില് ഹല്ലേലൂയ അതേ വലിയ അറിയപ്പെട്ടതായിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി. ഹല്ലേലൂയ. അന്ന് കരിമ്പൂച്ചകളുടെ ഹല്ലേലൂയ പ്രൊട്ടക്ഷൻ ഏറ്റവും വലിയ ഇന്ത്യയുടെ സെക്യൂരിറ്റിയാണ്. അത് അങ്ങനെ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ടായിരുന്നതായിട്ടുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ആ സെക്യൂരിറ്റിയൊക്കെയും നഷ്ടപ്പെട്ട് ഹല്ലേലൂയ ഒരു സുപ്രഭാതത്തിൽ വെടിയേറ്റ് മരിക്കേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ.
എന്നാൽ എന്റെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ സെക്യൂരിറ്റി അതിനെ തകർക്കുവാൻ ഒന്നിനും സാധ്യമല്ല. ഹല്ലേലൂയ. അത് നിലനിൽക്കുന്നതായിട്ടുള്ള സെക്യൂരിറ്റിയാ. ഹല്ലേലൂയ. അപ്പോഴപ്പോഴും മാറ്റേണ്ടതായിട്ടുള്ള സെക്യൂരിറ്റി അല്ല. ഹല്ലേലൂയ. അത് നിലനിൽക്കുന്നതായിട്ടുള്ള സെക്യൂരിറ്റിയാ. ഹല്ലേലൂയ. അത് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ താങ്ങുന്നതായിട്ടുള്ള സംരക്ഷണം. അനേക വേദഭാഗങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന് അതേ സമയമില്ലെങ്കിലും ഹല്ലേലൂയ അത് നമുക്ക് അത് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 19:4 വാക്യത്തിലും അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ 31-ാം വാക്യമൊക്കെയും വായിക്കുമ്പോൾ അവിടെയെല്ലാം കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പരിപാലനം നിലനിൽക്കുന്നതായിട്ടുള്ള പരിപാലനമാണ്. ദൈവത്തിന്റെ പരിപാലനം നിലനിൽക്കുന്നതായിട്ടുള്ള അതേ പരിപാലനമാണ്. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു പരിപാലനത്തെ അതേ ഒരുക്കിയിരിക്കുന്നവരായിട്ടുള്ള ഒരു ദൈവത്തെ ഇന്ന് അതേ സായാഹ്ന സമയം നമുക്ക് അതേ കാണുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള ആ ദൈവത്തിന്റെ സസ്റ്റൈനിങ് കെയറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുള്ളതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അത് വിശ്വസ്തതയുള്ള പരിപാലനമാണ്. വിശ്വസ്തതയുള്ളതായിട്ടുള്ള പരിപാലനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ലോകത്തിൽ വിശ്വസിപ്പാനായിട്ട് ആരുണ്ട്? വിശ്വസിപ്പാൻ ആശ്രയിപ്പാനായിട്ട് ഒരിടം മാത്രമേ ഉള്ളൂ. മറ്റെങ്ങുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലാണ്. ദൈവത്തിലാണ്. ഹല്ലേലൂയ. ജീവിക്കുന്നവനായിട്ട് ദൈവത്തിലാണ്. ഹല്ലേലൂയ. അവനിൽ മാത്രമാണ് നമുക്ക് അതേ പ്രത്യാശ വെക്കുവാനായിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സങ്കീർത്തന കർത്താവ് 121-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുക, യഹോവ എന്റെ പരിപാലകൻ. യഹോവ എന്റെ പരിപാലകൻ. പ്രിയപ്പെട്ടവരെ, അതിന്റെ മുന്നാലത്തെ വാക്യത്തിൽ അതേ സങ്കീർത്തനത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതും അവന്റെ പരിപാലനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയുകയാണ്, ഇസ്രായേലിന്റെ പരിപാലകൻ ഒരിക്കലും ഉറങ്ങാത്തതായിട്ടില്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഒരിക്കലും ഉറങ്ങാതെ നമ്മളെ സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു കാവൽക്കാരൻ. ഹല്ലേലൂയ. ആ ദൈവത്തിലാണ് അതെ ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സായാഹ്ന സമയം ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. നീ ബുദ്ധി കൊണ്ടാണോ ദൈവത്തെ മനസ്സിലാക്കുന്നത്? നിന്റെ ജീവിതത്തിൽ അത്ഭുതം കണ്ടതുകൊണ്ടാണോ നീ ദൈവത്തെ മനസ്സിലാക്കുന്നത്? അതോ അനുനിമിഷം നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെ കണ്ടുകൊണ്ടാണോ നീ ദൈവത്തെ മനസ്സിലാക്കുന്നത്? ദൈവം നിന്റെ അതേ പരിപാലകനാണ്, നിന്നെ നടത്തുന്നവനാണ്, നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടുന്നതെല്ലാം കരുതുന്നവനായിട്ടുള്ള ദൈവമാണ്, നിന്നെ സൂക്ഷിക്കുന്നവനായിട്ടുള്ള ദൈവമാണ്, നിലനിൽക്കുന്നതായിട്ടുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ തരുന്നവനായിട്ടുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നല്ലവനായിട്ടുള്ള ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ അതേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ ഈ നിന്നെ നടത്തുവാൻ മതിയായവനായിട്ടുള്ള കർത്താവിനെ നിന്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ അതേ ഇന്ന് അതേ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ നിങ്ങൾ ഇരിക്കുന്നതായുള്ള ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആ കർത്താവിനെ അത് അംഗീകരിക്കാം. ആ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നീ എന്നെ പരിപാലിക്കുന്നവനായിട്ടുള്ള ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ നടത്തുന്നവനായിട്ടുള്ള ദൈവമാണ്, എന്നെ കരുതുന്നവനായിട്ടുള്ള ദൈവമാണ്, എന്നെ സംരക്ഷിക്കുന്നവനായിട്ടുള്ള ദൈവമാണ്. കർത്താവേ, നിന്നെ എനിക്ക് വേണം. ഹല്ലേലൂയ. നിന്നെ എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. നിന്നെ എന്റെ ജീവിതത്തിന്റെ പരിപാലകനായി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നീ എന്റെ പരിപാലകൻ, നീ എന്റെ പരിപാലൻ, യഹോവ എന്റെ പരിപാലകൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഹാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. സ്ക്രീനിൽ കാണുന്ന ടെലിഫോൺ നമ്പറിൽ വിളിക്കുക. പാസ്റ്റർ മാത്യു സി സാമുവൽ, ഇവാഞ്ചലിസ്റ്റ് P.I. ഫിലിപ്പ് എന്നിവരുമായി നിങ്ങൾ ബന്ധപ്പെടുക. ദൈവം വിടുതലിന്റെ ദൈവമാണ്, നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. അവനിലൂടെ നമുക്ക് വിടുതൽ പ്രാപിച്ചെടുക്കാം. TV പ്രോഗ്രാമിലൂടെ ദൈവവചനം കാണുവാൻ സാധിച്ച നിങ്ങളെല്ലാവരെയും
ദൈവനാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും വരിക. ദൈവം നമ്മെ ഒരുമിച്ച്